Hello, my dear friend. Good afternoon. எப்படி இருக்கிறீங்க? எல்லாரும் நல்லா இருக்கிறீங்களா? ഇത് എവിടെ പാട്ട് കേൾക്കണു? ദിനേശേട്ടാ നമസ്കാരം. மோகன்தாஸ் ஃபுட்டு കഴിച്ചோ என்ன பண்ணுறீங்க? லைவ் போட்டிருக்கிறீங்க. കഴിച്ചു കേട്ടോ മോഹനേട്ടാ. ആദർശ് പോയി. വിഷ്ണു ഹായ്. വേറെ പാട്ട് എവിടെ ആക്കത്? സന്ധ്യൻ്റെ വീട്ടില് തിരുപ്പതി ആയില്ല വീടാണ്. തല കളിക്കുന്നത്. സുരേഷ് ചേട്ടാ കഴിച്ചു ചേട്ടാ. എവിടെയായിരുന്നു? സുഖമല്ലേ? എന്താ വന്നില്ല ഇന്നലെ ഒന്നും ഇല്ലാന്ന്? നമസ്കാരം ജഫറേട്ടാ. ഹരീഷ് ഹായ്. വിഷ്ണു ഹായ്. ഹായ്. ശിവ ഹായ്. കൃഷ്ണമൂർത്തി ഹായ്. അനിത. സന്ധ്യയുടെ കല്യാണമാണോ? ഇല്ല, കല്യാണം കഴിക്കാനായിട്ടില്ലല്ലോ. പ്ലസ് 1 അല്ലേ പഠിക്കുന്നത്? ഇപ്പോൾ +2. ഇലക്ഷൻ്റെ പുറകിലായിരുന്നു അതല്ലേ സുരേഷ് ചേട്ടാ? ഓക്കെ ഓക്കെ. രഞ്ജിത്ത് കുമാർ ഹായ്. കുട്ടികളെവിടെ? കുട്ടികൾ ഉണ്ട്, ഉള്ളിലുണ്ട്. ഹലോ അനു. രഞ്ജിത്ത് കുമാർ ഹായ്. തിരുപ്പതി ഹായ്. അനിത. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിരിക്കുന്നു. മുത്തുരാജ് സോ സ്വീറ്റാ. എൻ്റെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രോബ്ലം. ശരിയാക്കട്ടെ കേട്ടോ. സുഖല്ലേ എല്ലാവർക്കും? എന്താ ഒരു ക്ഷീണം? ക്ഷീണമൊന്നുമില്ല. എന്താ ക്ഷീണം? മുത്തുരാജ്. ജിതിനേട്ടാ ഹായ്. മുരളീധരൻ ഫുഡ് കഴിച്ചോട്ടാ. എന്തൊക്കെയോ ഊണ് കഴിച്ചു. ഷാജി ഫ്രണ്ട്സ്. ശക്തിവേൽ ഹായ്. നൗഷാദ് ഹായ്. ഫോണ് കഴുകിയാൽ മതി ശരിയാകും. അതെ, ഫോൺ കഴുകണം. കുമരവേല ഹായ്. ധരനേട്ടാ നമസ്കാരം. സുരേഷ് ഏട്ടാ ഹായ്. കഴിച്ചു.
ശോഭരാജ് ഫുഡ് കഴിച്ചു. പ്രണവ് ബാബു കുമാർ ലൈക്ക് കാതൽ മണി ഹായ് സെൽവൻ ഹായ് ശിവാനന്ദ ഗുഡ് കുമാർ ചോദ്യം സ്കൈ ബ്ലൂ നന്നായിട്ടുണ്ടോ? എന്താ പരിപാടി? ഒന്നും ഇല്ല പരിപാടി. നല്ല വിശേഷം ജിതിൻ ഏട്ടാ. മാരി ഡാൻസ് അനിൽകുമാറേട്ട കഴിച്ചു. ചേട്ടൻ ഇലക്ഷൻ റിസൾട്ട് നിൽക്കുവാണോ? ഇല്ല, മമത അവിടെ പോയി. ഇവിടെ ഉണ്ട്. അത് കാട്ട്, ഇപ്പൊ കാട്ട് കൊടു. ലൈവിലൊന്ന് കാണിക്കട്ടെ. ഇത് തെരിച്ചുകൊണ്ടിരിക്കുക കണ്ടോ? ഇത്രയായി കണ്ടോ? മമത ഇതാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. സൂപ്പർ അല്ലേ? കളറ് നന്നായിട്ടില്ലേ? ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പോവായിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. മമത താങ്ക് യു ഏട്ടാ. മമത സൂപ്പർ എന്ന് പറഞ്ഞു. കഴിച്ചോ വിഷ്ണു? നൈസ് സ്മൈൽ വിഷ്ണു. താങ്ക് യു. ഹലോ ബ്യൂട്ടിഫുൾ മാധവൻ ഈശ്വർ ഹായ്. വെരി നൈസ് ക്യൂട്ട്. താങ്ക് യു. ആരാ മമത? മോളിലെ വീട്ടിലെ ഹിന്ദി ഫാമിലി എന്ന് പറഞ്ഞില്ലേ, ആ ഫാമിലിയിലെ പേരാണ്. ഫ്രൈ ആണോ മമതേ? ഹായ് പൂർത്തിയാക്കി കാണിക്കണം. ഓ കാണിക്കാം. അത് മാറ്റ് കാൽമിതി എന്നൊക്കെ പറയില്ല, അതാണ് ഉണ്ടാക്കിയത്. നല്ല ഭംഗിയുണ്ട്. അത് ചെയ്തത് കൊണ്ടുപോവാ. ഫിനിഷ് ചെയ്തതില്ലേ? ഉണ്ടാ കാണിച്ചതാ? എടുത്തിട്ട് വരുമോ? വെള്ളം ഹായ്. എന്താ ഫുഡ് സാപ്പാട്? ഹലോ അനിത, സുഖമാണോ? എന്താ ഒരു ഉഷാർ കുറവ് തോന്നുന്നല്ലോ? ഇല്ലേട്ടാ, ചൂസേട്ടാ ഇല്ല. ഞാൻ കരുതി മമത ബാനർജിയാണ്. ഡ്യൂട്ടി ഒന്നുമില്ല, ഡ്യൂട്ടിക്ക് പോയില്ല. അതെല്ലേ ഫിനിഷ് അവിടെ ഉണ്ട്. ഇതൊരു സാരിയാണ് കേട്ടോ. കയ്യില് സൂപ്പറല്ലേ? ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇവിടെ എന്തോ കുറേ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ. ഇതിപ്പോ ചെയ്തതാ, 2 ദിവസം സമയത്ത് ചെയ്തതാ. നല്ല ഭംഗിയില്ലേ? ഇതാണ് അവൾക്ക് ഡ്യൂട്ടി, മമതന്റെ ജോലി. ഇതൊരു സാരിയാ, പഴയ സാരിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ചെയ്തതാ. നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്.
പഴയ സാരി കട്ട് ചെയ്തിട്ട് ചെയ്തതാ. മാറ്റ് താഴിടുന്നത് റഹ്മാൻ ഹായ്. നമുക്ക് പിന്നെ ഇതൊന്നും അറിയില്ല. വേസ്റ്റ് എനിക്കിതൊന്നും ചെയ്യാനും അറിയില്ല, ഒന്നും അറിയില്ല. ഇനി എനിക്കറിയില്ലല്ലോ, ഞാൻ വേസ്റ്റ് അല്ല. ഇപ്പൊ ഒരു തെക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. അത് രണ്ടും ഒന്നല്ലേ. തുന്നാൻ അറിയില്ല, തുന്നാനറിയും, അടിക്കാനേ അതൊന്നും അറിയില്ല. നന്നായിട്ടുണ്ട്, സൂപ്പർ. എനിക്കിത് വേണ്ട, ആ കളർ വേണ്ട. അത് സൂപ്പർ ആയിരുന്നു കളർ. ആ വിൽക്കുന്നുണ്ട് ഏട്ടാ, വേണ ഏട്ടാ? आपको मालूम नहीं है എന്ന് പറയുന്ന എനിക്കറിയില്ല. ഹിന്ദി എനിക്കത്. മാറ്റ് വിൽക്കുന്നുണ്ടോ ചോദിക്കുന്നു. ഒരെണ്ണം ഒരു സാരിയാന്നോ? ആ, ഒരു സാരിയാണോ അത്? 1 സാരി, 2 സാരി, 2 സാരി, 1 സാരി ഇല്ല, 2 സാരി. 2 സാരി വേണം. ആ, 2 സാരി വേണം. അതൊന്നുണ്ടാക്കെ. നല്ല പണിയുണ്ട് കേട്ടോ, വെറുതെ ഒന്നുമല്ല, നല്ല കഷ്ടമുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടേ. പുറാണ സാരി ബോലം. നീ തന്നെ പറയാ വയ്യ ഹിന്ദി. എനിക്ക് ഒരെണ്ണം വേണം. അതെ, വേണത്ര ഇതേമാതിരി വേണമെന്നാ പറയണത്. ഇതേ മരത്തെ വേണോ ഒന്ന്? ലാംഗ്വേജ് പഠിച്ചിരിക്കണായിരുന്നു. എനിക്ക് വയ്യ. മമത മലയാളം പഠിച്ചു, സാമ്പാർ ഹിന്ദിയും പഠിച്ചില്ല. ശരിയാ. ഹിന്ദി ഹിന്ദിയിൽ എഴുതി ഞാൻ വായിക്കാൻ പറയാം. ദയവായി എന്തെങ്കിലും ഒരിടത്ത് സംസാരിക്കുക. ഓ ശരി. മാറ്റ് എന്താ വില ചോദിക്കുന്നു. പ്രൈസ് പറ, വേഗം പറ. നീ വാങ്ങിച്ചു വെക്ക്, എന്നിട്ട് പാർസൽ അയക്കൂ. ശരി. എത്ര പൈസ ചോദിക്കും മാറ്റിന്? പ്രൈസ് നിങ്ങളെ പറയണം. ഞാൻ ഇത്രയും കഷ്ടപ്പെടില്ലേ, 2 സാരി ഉപയോഗിച്ച് 2-3 ഡേയ്സ് വർക്ക് ഉണ്ട്. പണി എടുത്ത് കയ്യിൽ തന്നെ എല്ലാം മുറിച്ച്, ഒന്നും മിഷീനോ ഒന്നുമില്ല. അത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒരു 2 ദിവസം എടുക്കും. 2 ഡേയ്സ് ഒരു മാറ്റ്, 2 ഡേയ്സ് 3 ഡേയ്സാ? 3 ഡേയ്സ് എടുക്കുന്നുണ്ട്. 2 സാരി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒരു വില പറയെന്ന് പറയണം. ധർമ്മരാജൻ ഹായ്, സോ ബ്യൂട്ടിഫുൾ. വിനോദ് കുമാർ ഹായ്. ഹൗ മച്ച് ഇസ് ദാറ്റ് മാറ്റ്? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ പറയും, ഈ കഷ്ടപ്പാടിന് ഇതിനെത്ര നമുക്ക്? ഒരെണ്ണം 600 രൂപ മതിയോ ചോദിക്കുക. 600 രൂപ, 600. ഓക്കെ.
എന്താണിത്? കിത്താൻ പൈസ ബഹൻ ദേ എന്താണ് ഇത്? അത് മലയാളത്തിലാണ്. ഹിന്ദിയിൽ എഴുതി കൂടി ഏട്ടാ പ്ലീസ് ഏട്ടാ. യുവർ ഫ്രം 300 രൂപ. ഓക്കെ എത്ര? പ്രശാന്ത് ഊണ് കഴിച്ചു പറ്റാ റിയസ് ഏട്ടാ. ഓക്കെ ക്യൂട്ട് സ്മൈലൊക്കെ. താങ്ക് യു പ്രസാദ്. ഇല്ല മാറ്റിന് കഷ്ടപ്പാടുണ്ട് കിട്ടുള്ളൂ, വെറുതെ അല്ല. എപ്പൊ നോക്കിയാലും ഇങ്ങനെ കാണാൻ കയ്യിൽ ഇങ്ങനെ കുത്തുന്നു. ഇപ്പോഴും ഉണ്ട് കയ്യില്. ഓക്കെ ജൽദി ആവോ പറഞ്ഞതാ നീ? ഹിന്ദി പറഞ്ഞതാ? പറ പഴയ സാരി ഉണ്ടെങ്കിൽ അയച്ചു തരേ, ഞാൻ ചെയ്തു തരാന്നാ പറയണത്. ഓൾഡ് സാരി അയച്ചു തരുക. 1000 മതിന്ന്. 1000 രൂപയൊന്നും വേണ്ട, അതൊക്കെ കുറച്ച് ഓവറാണ്. ഓൾഡ് സാരിക്ക് ഇങ്ങനെ ഇതനുസരിച്ച് പിന്നെ കുറച്ച് നമുക്ക് പണി അതിലൊക്കെ ഉണ്ടല്ലോ. ഒരു 300-350 രൂപയൊക്കെ ഓക്കെയാണ്. അത് വെറുതെ പറയാണ്. 250 ഓക്കേന്ന്. വൈ നോട്ട് ആഡ്? 2000 രൂപ തരാന്ന്. എന്തിനാട്ടാ? വീഡിയോ ഏട്ടാ. ആ കുട്ടി അങ്ങനെ ജീവിച്ചോക്കോട്ടെ. എന്താണ് മുസ്കിൽ കാം? എന്താണ് ഇത് പറഞ്ഞത്? അപ്പടിന്ന് എന്താണ് ബാഡ് കമന്റ്? അപ്പടിന്ന് അങ്ങനെ പറഞ്ഞ എന്താണ്? ഹിന്ദി മുസ്കിൽ. ഇത് പ്രശ്നം വിട്ടോളൂ. ഒന്നും വേണ്ടേ, നാളെ വിട്ടേക്കും. മുരളികൃഷ്ണൻ कॉल कर दे इधर प्रपोज नीचे फॉलो താങ്ക് യു. എന്തിനാ എനിക്ക് വേണ്ട പോവും. കഷ്ടം വർക്ക്. അത് കഷ്ടമായിട്ടുള്ള വർക്കൊക്കെ തന്നെയാണ്. വിനോദ് കുമാർ കഷ്ടമുള്ള വർക്കൊക്കെയാണ്. ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയാണ്. ഇതിൽ കൂടെ കാണാനെക്കാട്ടും ഭംഗിയുണ്ട് നേരിൽ കാണാൻ. അതുകൊണ്ടാ. പക്ഷെ ഓൾഡ് സാരി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഓൾഡ് സാരിയിലാണ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് നോ ഫേസ്ബുക്ക്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്ന് ഗഫൂർ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. ഹായ് മുട്ടേ. ഒരെണ്ണം ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും? അങ്ങനെ മണിക്കൂറല്ലേ, ഇതിപ്പോ ഒരു 2-3 ദിവസം എടുക്കും. വീട്ടിലെ പണിയൊക്കെ ഒരുങ്ങി പിന്നെ കുറച്ച് ചെയ്ത് പിന്നെ കുറച്ച് കട്ട് ചെയ്ത് പിന്നെ 2 സാരി അത് ഈ രൂപത്തിൽ കൊണ്ടുവരണമെങ്കിൽ പണിയുണ്ട് കേട്ടോ. അതെ ബാഡ് കമന്റ് ആണ് പറഞ്ഞത്. അത് ഉണ്ടാക്കാൻ നല്ല പണി അല്ല എന്ന്. അല്ല എന്നാ ഉണ്ടാക്കാൻ പണിയില്ലെന്നാ പറയണത്. എന്താ പറയണ കേട്ടാ? നമുക്ക് ഇവിടെ കാണുമ്പോഴേ അറിയുന്നത് നല്ല പണിയില്ല. ज्यादा मुस्की हान कस्टम वर्क. ഇത് വായിക്കി ज्यादा मुश्किल काम कस्टम वर्क. नो कस्टम वर्क बोलो. नो कस्टम सुपर. ये इन्हें बोलो सुपर वर्क बोलो. पेशी सुपर वर्क. सॉफ्ट टच है वो. സോഫ്റ്റ് ടച്ച് അല്ലെന്നു അല്ല അല്ല എന്ന്. ഉണ്ടാക്കാൻ കുറെ പണിയുണ്ട് എന്ന് പറഞ്ഞത്. അതെ അല്ലേ? അതെ അതെ. ബ്ലോക്ക് മീ വെരി ഹോട്ട്. നിങ്ങൾ ഉദ്ദേശിച്ച മലയാളം വായിക്കാൻ പഠിപ്പിക്കും. ഇതാരാണ്? എവിടെയോ കുട്ടീനെ കണ്ടിട്ടുണ്ടല്ലോ.
எங்கேயோ பார்த்துருக்குறீங்க இந்த பையன் கம்பெனி ஒர்க்கு இந்த பையனை எங்கேயோ பார்த்துருக்குறேன் எங்கேயோ பார்த்துருக்குறேன் அப்படிங்களா சரி 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 ഞാൻ കഴിച്ചു ചേട്ടാ சாப்பிட்டாச்சு லைட் போட்டிருக்கேன் எப்படி வெளியே வந்தேன் கதவு சாப்பிட்டு தான் வச்சேன் கண்டிப்பாக வர சொல்லணும் அப்பா கூப்பிடுறேன் ഓ പറയൂ ഓർഡർ കിട്ടും പറയാട്ടാ സുരേഷ് വീരവേൽ ഹായ് പാലക്കാട് വീരവേൽ ഹായ് പറയൂ എന്നെ പൂരിക്കാം പൊന്നും ചൂടിക്കാം ഓ തല വലിക്കുന്നു പാർവതി വന്നില്ല എന്തോ ഏട്ടാ ശരിയേട്ടാ എന്താണ് 2 ദിവസം വന്നേ ഇല്ല ഹായ് മണി രവി ഹായ് വണക്കം ജരിമ്പോ സാപ്പിங்களா പുള്ളിക്കാരിയുടെ എന്താ പറയണ ജനറ്റൊന്നും മനസ്സിലായില്ല പ്രൈവറ്റ് ഹായ് മണി യു ഹെയർ സ്റ്റൈൽ ബ്ലോക്ക് തെരിയേട്ടാ വൈഫും കുട്ടികൾക്ക് സുഖമാണ് நான் ப்ளாக் பண்ணிட்டேன் प्रोफेशनल മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ പറയാം. പുള്ളിക്കാരിയുടെ ജോലിയാണോ അത് മറ്റേ ഉണ്ടാക്കി വിൽക്കുന്നത്? പ്രൊഫഷണൽ ആണോ എന്നാണ് ചോദിച്ചത്. ആ, വിൽക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പണിൻ്റെത്. അതെത്ര വില നമുക്ക് വിലയ്ക്ക് കൊടുത്താൽ നമുക്കത് ലാഭം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ലവ് യു ടു മൈ ഫ്രണ്ട്. മെസ്സഞ്ചർ ഇല്ല, നോ മെസ്സഞ്ചർ. തല വേദനിക്കുന്നു. സാപ്റ്റാച്ച് എന്നെ ബ്ലോക്ക് ചെയ്തോ? ഇല്ല.
എന്നാ അച്ചു ഉടമ്പുക്ക് അച്ചുവാ അച്ചു എന്താ അച്ചു ഒരു ഗുഡ് മോർണിംഗ് ഇട്ട് കഴിഞ്ഞാൽ നോക്കൂല്ല, തിരിച്ചൊരു ഗുഡ് മോർണിംഗ് ഇല്ല, ഒന്നുമില്ല. തലവേദനിക്കും. മണികണ്ഠൻ ഹായ് ബേബി. ഹായ്. വണക്കം ഗഫൂർ ബ്രോ സ്റ്റാർട്ടിങ്ങില്ല, അതും തെറ്റിച്ചു. മാറ്റ് അല്ല മാറ്റ്, മറ്റൊന്നല്ല ഞാൻ പറഞ്ഞത്, മാറ്റ് തന്നെയാണ് പറഞ്ഞത്. സാരി വില പ്ലസ് നൂല് പ്ലസ് കൂലി SS ഉടനെ ചെയ്യും. വരിയോ എന്നെ ഹായ് ചലക്കുട്ടി. സോറി ഭയങ്കര തലവേദന, ഇതെന്താന്നറിയില്ല. ഉടമ്പുക്ക് സുഖമില്ല, എനിക്ക് അതിനെക്കട്ടി എന്താ സുഖമില്ല. നോ മണി. संतोष कुमार हाय. सुरेश कुमार हाय. मुरुगन हाय. ഞാൻ ഫുഡ് കഴിച്ചു വരാൻ. അപ്പോഴേക്കും ലൈവ് നിർത്തുമോ? തീർച്ചയായിട്ടും നിർത്തും, തീർച്ചയായിട്ടും നിർത്തുന്നതായിരിക്കും. രാജേഷ് ഹായ്. ഇപ്പോൾ നിർത്തൂ, അത് കഴിഞ്ഞ് പോകാം. നിർത്തും. എന്നാലും ഫുഡ് കഴിക്കുന്നില്ല. കഴിക്കേട്ടാ ആദ്യം ഫുഡ്, പിന്നെയല്ലേ എൻ്റെ ടൈമിങ്. രാവിലെ ലൈവ് കാണാൻ പോയിട്ട് വന്നാൽ, രാത്രി ലൈവ് കാണാൻ പോയിട്ട് വന്നാൽ. ഹായ് റോബിനേട്ടാ. നമസ്കാരം റോബിനേട്ടാ, നമസ്കാരം. മഹാദേവ എന്താണ് ഫോൺ നമ്പർ ഇട്ടിരിക്കുന്നത്? റീചാർജ് ചെയ്യാനൊന്നും ചേച്ചിൻ്റെ അടുത്ത് പൈസ ഇല്ല. നമ്പർ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. സാരി സീറ്റ് സമയം തലവേദനിച്ചിട്ട് വയ്യ. വിക്സ് തേക്കാം, റെഡിയാകും. മഴ വയ്യോ, ഞാൻ മഴ വരാതെന്ന് പറയുമ്പോൾ മഴയില്ല. ഇവിടെ വെയില്. കഴിച്ചോ? ഫുഡ് കഴിച്ചു. അങ്ങനെ തലവലിക്ക് ടാബ്ലറ്റ് പോടുങ്ങ. കണ്ടിപ്പാ വിക്സ് തേക്കണം. என்ன சாப்பிட்டீங்க? சாப்பாடு, ரசம். തല പേനാണോ? ഒരു പേൻ കൂടെ ഇല്ല. സോറി, ഒരു പേന് പോലും ഇല്ല മലയാളത്തില്. ഒരു പേന് പോലും ഇല്ല. ഒരു പേന്, ഒരു ഈന്, നോ. മഴ കാര്യം പറയരുത്, മഴ വരില്ല. അതേല്ലേ. എന്തായി റിസൾട്ട് എവിടം വരെ ആയോ എന്തോ അല്ലേ?
സമയം വൈകി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കറക്റ്റ് സമയത്ത് ഫുഡിന് പോകണം, തിരിച്ചു വരണം. അതെ, പോയിട്ട് വരും കേട്ടാ. ഗഫൂറേട്ടൻ പോയിട്ട് വരും. കഫക്കെട്ടായിരിക്കും. അതോ തലവേദന? ഭയങ്കര തലവേദന കേട്ടോ. எங்க போறீங்க? அந்த பிள்ளை சொல்லுது நீ இங்க இருந்துட்டு தொலையாட்டு இருக்கு தொலைஞ்சு போகாம இங்க இருக்கேன். இல்லம்மா, சின்ன பிள்ளைங்க சின்ன பிள்ளைகள் அப்படிதான் இருக்கும். அது வயசு தெரியல, அதனாலதான் அப்படி பேசுறாங்க. விடுங்கம்மா விடுங்கம்மா. சின்ன பிள்ளைகளும் அப்படிதான் இருக்கும். விடுங்க, எங்கே போகாதீங்க, வீட்டுல இருங்க. அவங்க அம்மா பிரச்சனை நம்ம பிரச்சனை கேட்காது, அவங்க பிரச்சனை அவங்க பிரச்சனை. ஒன்றும் பிரச்சனை இல்லை, விடுங்க. அது சின்ன குழந்தைகள் அப்படித்தான் பேசுவாங்க. சின்ன குழந்தைங்களா பக்கம் பாரு எப்படி போகணும். நானே வளர்த்து நானே பிள்ளைக்கு போட்டு அதெல்லாம் வளர்த்து விட்டுருச்சு. நம்மளை வேணும் நம்ம வேலை இருக்கு. அவள் வந்தாலும் போயிடுவேன். அவள் வந்தோன்னா வேண்டாம், நீங்க இருக்கும்போது எனக்கு ஒரு அம்மா ஃபீல் மாதிரி இருங்க. நீங்க போகாதீங்க. தொலைஞ்சு போகாம இருந்துட்டு